വെറും ഒരു നെന്മണിയിൽ തുടങ്ങി ഒരു രാജ്യത്തെ മുഴുവൻ കടക്കെണിയിലാക്കിയ ഒരു മാന്ത്രിക പായസത്തിന്റെ കഥയറിയാമോ? വെറും ഒരു ചതുരംഗം കളിയിലൂടെ ദൈവത്തിനു മുന്നിൽ രാജാവ് തോറ്റപ്പോൾ ഉണ്ടായ ലോക പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപായസം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പായസം കുടിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. ആലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണൻ തമ്പുരാനാണ് 15-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പാർത്ഥസാരഥിയുടെ രൂപത്തിലുള്ള കണ്ണനാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഈ പായസത്തിനു പിന്നിൽ ഒരു രസകരമായ കണക്കിന്റെ കഥയുണ്ട്. പണ്ട് ശ്രീകൃഷ്ണൻ സന്യാസിയുടെ വേഷത്തിൽ വന്ന് രാജാവുമായി ചതുരംഗം കളിച്ചു. ജയിച്ചാൽ 1-ാം കളത്തിൽ 1 നെന്മണി, 2-ാം കളത്തിൽ 2, 3-ാം കളത്തിൽ 4 എന്നിങ്ങനെ ഇരട്ടിയായി 64 കളങ്ങളിലും അരിമണി വേണമെന്ന് സന്യാസി ആവശ്യപ്പെട്ടു. കളിയിൽ തോറ്റപ്പോഴാണ് രാജാവിന് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. രാജാവിന്റെ കോട്ടയിലെ അരി മുഴുവൻ കൊടുത്താലും ആ കടം തീരില്ലായിരുന്നു. ശേഷം ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയും രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ കടം തീർക്കാനായി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്കെല്ലാം പായസം നൽകാൻ ആവശ്യപ്പെടുകയുമുണ്ടായി. അങ്ങനെയാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ പോലും പിടിച്ചിരുത്തിയ അമ്പലപ്പുഴ പാൽപായസത്തിന്റെ ഉദയം. ഇന്നും ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് ശേഷം പായസം കഴിക്കാൻ അമ്പലപ്പുഴയിലേക്ക് വരാറുണ്ടെന്നാണ് വിശ്വാസം. രാവിലെ 10 മണിക്ക് ശേഷം ക്ഷേത്ര കൗണ്ടറിൽ നിന്നും റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് അമ്പലപ്പുഴ പാൽപായസം എത്തും. വെറുമൊരു പായസം എന്നതിലുപരി നൂറ്റാണ്ടുകളുടെ ചരിത്രവും കണക്കും ആഴമേറിയ ഭക്തിയും അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് അമ്പലപ്പുഴ പാൽപായസം.